ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്ത ബിസിനസ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികളും ഈ ബിസിനസ് ഒരു വട്ടം ചെയ്ത് കാണുന്നു. ഇവിടെ ഈ വാഴ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു 10 വർഷം മുമ്പത്തെ എൻ്റെ ബിസിനസ് സാമ്രാജ്യം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു കുഴി വെട്ടി ഷീറ്റൊക്കെ വിരിച്ച് 2 പേര് ഗപ്പിയെ കൊണ്ടുവന്നിട്ടു. ബിസിനസ് പ്ലാൻ എനിക്ക് മനസ്സിലാക്കാണ് ഗപ്പി ബിസിനസ്. അങ്ങനെ ഞാൻ ഗപ്പിയെ കൊണ്ടുവന്നിട്ട് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു പയ്യൻ വന്നൊരു പേര് ഗപ്പിയെ വാങ്ങിക്കൊണ്ടുപോയി. അതിനുശേഷം ആരും വാങ്ങിച്ചിട്ടില്ല. ഞാനിവിടെ ഗപ്പിക്കുളം തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരുടെ വീട്ടിലും ഗപ്പിക്കുളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബിസിനസ് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിരുന്നു. എല്ലാവരുടെ വീട്ടിലും ഗപ്പിക്കുളം ഉണ്ടാക്കി പിന്നെ ആരെങ്കിലും ഗപ്പിയെ വാങ്ങിക്കും ഇല്ലല്ലോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി ഒറ്റ പ്രസവത്തിൽ തന്നെ 20-30 പിള്ളേരൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു പേര് വാങ്ങി പോയവരെ ഒരിക്കലും പിന്നീട് വാങ്ങാൻ വരത്തില്ലല്ലോ. അത്രയും ഗപ്പികളായിരിക്കും. പിന്നെ എല്ലാവരുടെ വീട്ടിലും കൃഷിയായി, ബിസിനസ്സായി. അങ്ങനെ അത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയി മാറി ബിസിനസ്. അങ്ങനെ അത് ഡൗൺ ആയി. ഇതൊന്നും പഠിച്ച പാഠം എന്താണെന്നറിയോ? ഗപ്പിയെ പോലത്തുള്ള മീനുകളെ വെച്ചിട്ട് കാര്യമില്ല. 1-2 കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന മീനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കിലോ കണക്കിന് വിൽക്കാൻ പറ്റുന്ന മീനായിരിക്കണം. അതാണ് ഇതിലെ പാഠം. അത് 10 വർഷം മുന്നേ ചെയ്ത ബിസിനസ്സാണിത്. ശേഷം എത്ര ബിസിനസ്സുകൾ ഇനിയും ജീവിതം ബിസിനസ്സുകൾ ചെയ്യാൻ ബാക്കിയായി കിടക്കുന്നു.